ഹായ് ഓൾ. ഒരുപാട് കൺസേൺസ് ആണ് മക്കളെ കമന്റ് ബോക്സുകൾ നിറഞ്ഞു നിൽക്കുന്നത്. മക്കളെല്ലാവരും കണ്ടു കാണും അല്ലേ? അതായത് പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. അതേപോലെ കീം എക്സാമിന് ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ആൻസൈറ്റി ലെവൽ ഭയങ്കര കൂടുതലാണ് തുടങ്ങി ഒട്ടേറെ സംശയങ്ങളാണ് നേരിട്ടും അല്ലാതെയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കീം എക്സാമിലേക്ക് നമ്മൾ ഇതാ ഓരോ ദിവസം കഴിയുമ്പോഴും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയത് ഒരു മാസം പോലും നമുക്ക് ബാക്കിയില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം കൂടിയായിരിക്കും ഇത്. അപ്പോൾ ഈ വർഷത്തെ കാര്യം പറയുവാണെങ്കിൽ ആദ്യമായിട്ടാണ് കീം എക്സാം ഓൺലൈനായിട്ട് നടത്താൻ വേണ്ടി പോകുന്നത്. പണ്ടൊക്കെ നമുക്ക് 10th പഠിക്കുന്ന സമയത്ത് പാരൻസ് പറയാറുണ്ടായിരുന്നു 10th ആണ് മെയിൻ, 10th പഠിച്ചാൽ പിന്നെ ഒന്നും നോക്കണ്ട എന്ന് പറയാറുണ്ടായിരുന്നു. +2ലേക്ക് നമ്മൾ വരുന്ന സമയത്ത് +2 ആണ്, +2 പഠിച്ചാൽ നീ സൂപ്പർ ആണെന്ന് പറയാറുണ്ട്. +2 കഴിഞ്ഞ് +2 ബോർഡ് എക്സാം ഒക്കെ സൂപ്പറായിട്ട് എഴുതി നമ്മളിതാ യാതൊരു റിലാക്സേഷനും ഇല്ലാതെ ഒരു ബ്രേക്കും ഇല്ലാതെ കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ടുള്ള കീം നീറ്റ് ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എങ്ങനെ പഠിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിലും അപ്പുറമായിട്ട് മക്കൾ ഈ ഒരു എക്സാമിന്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അത് ഏതുമായിക്കോട്ടെ, അതിനെങ്ങനെ ക്രാക്ക് ചെയ്യുന്നു, അതെങ്ങനെ സ്കോർ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയേറെ പ്രാധാന്യം ഇതിനുണ്ട്. നിങ്ങൾ +2 കഴിഞ്ഞ് ഏത് കോഴ്സിന് പഠിക്കണം, ഏത് കോളേജിൽ പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സ്കോർ തന്നെയാണ്, ആ റാങ്ക് ലിസ്റ്റിലുള്ള നിങ്ങളുടെ സ്ഥാനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഇപ്പോൾ പഠിച്ചേ പറ്റുള്ളൂ. ഭാവിയിൽ ഇന്ന് പഠിച്ചിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നുള്ള രീതിയിലേക്ക്, റിഗ്രറ്റ് ചെയ്യാത്ത ആ ഒരു രീതിയിലേക്ക് വരണമെങ്കിൽ മക്കൾ ഇപ്പോൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് ടിപ്സാണ് മക്കളെ ഈ വീഡിയോയിൽ ഇപ്പോൾ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യത്തെ ടിപ്പ്, സെറ്റ് എ ഗോൾ ഫസ്റ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ പലരും എന്ന് പറയുന്നത് എല്ലാവരും പാരൻസ് പറഞ്ഞ കീം എക്സാം എഴുതുന്നവരുണ്ടായിരിക്കും, കൂട്ടുകാരൊക്കെ കീം എക്സാം എഴുതുന്ന സമയത്ത് കീം എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്നവരുണ്ടായിരിക്കും. അതിലൊക്കെ അപ്പുറമായിട്ട് എന്തിനാണ് കീം എക്സാം എഴുതുന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ നമ്മൾ കീമിനെ കുറിച്ച് പറയുവാണെങ്കിൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള പ്രവേശനമാണ് കീം എക്സാം വഴി ഉദ്ദേശിക്കുന്നത്. എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഫാർമസി, അതേപോലെ മെഡിക്കൽ കോഴ്സുകളൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഇവിടെ എഞ്ചിനീയറിംഗ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, മിസ്സേ NITയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കീം എക്സാമിന് ഏത് സ്കോർ വേണം ചോദിക്കാറുണ്ട്. അപ്പോൾ പലർക്കും അറിയില്ല കീം എക്സാം എന്ന് പറയുന്നത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള പ്രവേശനമാണെന്ന് അറിയാത്തവരായിട്ടുണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾക്കൊരു ബോധമുണ്ടായിരിക്കണം എന്താണ് മക്കളെ കീം എക്സാം എന്നുള്ളത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരു ഗോൾ എന്ന് പറയുന്നത് അത്രയും വലിയ ഉയർന്ന ജോലിയായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടാവുക, എനിക്കറിയാം. പക്ഷെ ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കോളേജ് അല്ലെങ്കിൽ കോഴ്സ് ആയിരിക്കണം. സോ ആദ്യത്തെ ടിപ്പ്, സെറ്റ് എ ഗോൾ ഫസ്റ്റ്. അതായത് നമ്മൾ എന്തിനാണ് കീം എക്സാം എഴുതുന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഒരു ലക്ഷ്യം മക്കൾ സെറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ എൻ്റെ പാരൻസ് പറഞ്ഞു കീം എക്സാം എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ കീം എക്സാം എഴുതുന്നുണ്ട്, അപ്പോൾ ഞാനും കീം എഴുതാം. അതാണോ നിങ്ങളുടെ ലക്ഷ്യം? ഒരിക്കലുമല്ല. അതായത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനമാണ് മക്കളെ കീം എക്സാം വഴി ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും IITയിൽ അഡ്മിഷൻ കീം എക്സാം വഴി ലഭിക്കുമോ എന്ന് ചോദിക്കുന്ന മക്കളുണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ഗോൾ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മക്കൾക്ക് ഒരു ഉയർന്ന ജോലിയായിരിക്കും താല്പര്യം അല്ലേ? ആ ഒരു ജോലിയിലേക്ക് എത്തണമെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സ് പഠിക്കണം, അതല്ലേ ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ CET പറയുമ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ആണ്. ഇപ്പോൾ CETയിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് എനിക്ക് താല്പര്യമെങ്കിൽ അപ്പോൾ എൻ്റെ ഗോൾ എന്താണ്? CETയിൽ കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ്, ബി കോൺഫിഡൻറ്റ്. നിങ്ങൾക്ക് ഒട്ടുമില്ലാത്ത സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആത്മവിശ്വാസമാണ്. സ്വന്തം കഴിവിൽ മക്കളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ കീം എക്സാം 2 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് അത്ര വലിയൊരു ടാസ്ക് അല്ല. അതായത് നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം കീം എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും +1 +2 ബേസ്ഡ് ആണ്. നിങ്ങൾ ഓൾറെഡി +1 ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞു, +2 ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞു. നിങ്ങൾ എല്ലാ കോൺസെപ്റ്റും എല്ലാ ക്വസ്റ്റ്യൻസും NCERT ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ അതൊരു ബോർഡ് എക്സാം ആയിരുന്നു. പക്ഷെ ഇതെന്താണ്? ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അതാണ് ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ കാര്യം മാത്രമാണ് ഈ കീം എന്ന് പറയുന്നത്. ഇതൊന്നുമല്ലാതെ ഈ പറയുന്ന ഞാൻ പോലും +2 കഴിഞ്ഞ് ക്രാഷ് കോഴ്സ് മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് മക്കളെ നമ്മുടെ കീം എക്സാം വഴി കേരളത്തിലൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് നേടിയത്. അപ്പോൾ എനിക്കത് പറ്റുവാണെങ്കിൽ ഇത്രയും മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഈ ലോകത്തില്ല. അപ്പോൾ തേർഡ് ടിപ്പ്, പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് ആണ്. അതായത് മറ്റൊന്നുമല്ല, പ്രോപ്പറായിട്ട് മക്കൾ ടൈം മാനേജ് ചെയ്തിട്ട് വേണം എക്സാം എഴുതാനായിട്ട്. നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ അത്രയധികം ശ്രദ്ധ ആവശ്യമുണ്ട്.
നിങ്ങൾക്ക് കീം എക്സാമിൻ്റെ പാറ്റേൺ എല്ലാവർക്കും അറിയാം. നമുക്ക് 75 ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ മാത്തമാറ്റിക്സിനുള്ളത്, 45 ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിനുള്ളത്, 30 ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രിക്കുള്ളത്. അപ്പം നിങ്ങൾ ഏതാണോ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് അത് വേണം ആദ്യമായിട്ട് എഴുതാനായിട്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് സബ്ജക്റ്റാണ് ആദ്യം എക്സാം എഴുതി തുടങ്ങേണ്ടത്, അത് മാത്സ് ആണോ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രി നമുക്ക് 30 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എഴുതി തുടങ്ങുന്ന സമയത്ത് ആദ്യം മക്കൾ എന്ത് ചെയ്യുക, കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, പിന്നെ ഫിസിക്സ് ആൻസർ ചെയ്യുക, പിന്നെ മാത്സ് ആൻസർ ചെയ്യുക. അതായത് മാത്സിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മൾ ആദ്യം മാത്സിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 75 ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഫിസിക്സിനും കെമിസ്ട്രിക്കും സമയമില്ലാത്തൊരു അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വഴി സജസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഏതാണോ സ്ട്രോങ് അത് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് കൊണ്ട് ഇത് തന്നെ ചൂസ് ചെയ്യേണ്ട യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ മാത്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. മക്കൾ എന്ത് ചെയ്യണം, മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അത്രയും സ്ട്രോങ് ആയിട്ടിരുന്ന് പഠിച്ചേ പറ്റുള്ളൂ. ബാക്കി 2 സബ്ജക്റ്റും അതേപോലെ പഠിക്കണം. അപ്പോൾ എന്താ ചെയ്യുക, ഇതുപോലെ മക്കൾ ആദ്യം കെമിസ്ട്രി എഴുതി, ഫിസിക്സ് എഴുതി, മാത്സ് എഴുതാൻ ശ്രമിക്കുക. സോ ദ നെക്സ്റ്റ് വൺ ഈസ് പ്രാക്ടീസ് എക്സാംസ്. നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിരിക്കും, പലരും എഴുതാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിരിക്കും. അതിനപ്പുറം ഒരു ഓൺലൈൻ എക്സാം കൂടിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഒരു എക്സാം എഴുതുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു 3 മണിക്കൂറുള്ള എക്സാം എഴുതുക പറയുമ്പം അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അത്രയധികം ടെൻഷനോട് കൂടിയായിരിക്കും മക്കൾ എക്സാം എഴുതുക. അപ്പോൾ എക്സാം സമയത്തുള്ള ആ ഒരു ടെൻഷൻ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ അത്രത്തോളം എന്ത് ചെയ്യണം, എക്സാമിന് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ക്രാഷ് കോഴ്സ് ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ കറക്റ്റായിട്ടൊരു 3 മണിക്കൂർ എന്ത് ചെയ്യുക, ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. സ്റ്റോപ്പ് വാച്ചൊക്കെ ഉപയോഗിച്ചിട്ട് ടൈമൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ എന്താവും, അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പഠിക്കും. സോ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. അപ്പോൾ മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രം മതി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം കീപ്പ് എ ഫോർമുല ഷീറ്റ് ആണ്. അതായത് മക്കൾക്ക് ഫിസിക്സ് മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഇക്വേഷൻസും ഒരുപാട് ഫോർമുലാസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോർമുലാസിൻ്റെ ഷീറ്റ് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഫിസിക്സിലൊക്കെ ഫ്ലൂയിഡ്സ് ഒക്കെ ആണെങ്കിൽ ചാപ്റ്ററൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇക്വേഷൻസ് വരുന്ന ചാപ്റ്ററാണ്. അതുപോലെ മാത്തമാറ്റിക്സിൽ ഇൻ്റഗ്രൽസും ട്രിഗണോമെട്രി ഒക്കെ ഇഷ്ടം പോലെ ഇക്വേഷൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ്. ഒരു ഫോർമുല ഷീറ്റ് നമ്മൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി നോക്കാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് ടൈമിലുള്ള റിവിഷനൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, അത് കയ്യിൽ കരുതുക. സോ ദ നെക്സ്റ്റ് വൺ, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പാരൻസ് ഒക്കെ പറയുന്ന കാര്യം തന്നെയായിരിക്കും. ഡിസ്ട്രാക്ഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഫോൺ തന്നെയാണ്. ഫോണിൽ സ്പെൻഡ് ചെയ്യേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യും, പഠിക്കാതെ മക്കൾ ഫോണിൽ സമയം കളയാൻ വേണ്ടി പാടില്ല. ഇൻസ്റ്റഗ്രാം പോലെയുള്ള ആ ഒരു സോഷ്യൽ മീഡിയയിൽ അധികം എന്ത് ചെയ്യാതിരിക്കുക, സ്പെൻഡ് ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് ഈ ഒരു എക്സാമിൻ്റെ കാലഘട്ടത്തിൽ. അതേപോലെ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ക്ലാസ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുക. നമുക്ക് അതിന് വേണ്ടി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം കാണാനായിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യും, നമുക്ക് ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവോയ്ഡ് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് കീം എക്സാമിനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓരോ തെറ്റുത്തരത്തിനും മക്കൾക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് 1 മാർക്ക് വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ശരിയായി എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ മക്കൾ തെറ്റിക്കഴിഞ്ഞാൽ പോലും, നെഗറ്റീവ് മാർക്ക് വന്നാൽ പോലും റാങ്ക് ലിസ്റ്റിലുള്ള നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഭയങ്കര പിന്നിലേക്ക് വരും. അപ്പോൾ അത് നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നെഗറ്റീവ് മാർക്കിംഗ് കാരണം റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ പിന്നോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യുക. ഗസ് വർക്കും കാര്യങ്ങളും ഗസ് ചെയ്തിട്ട് ഓപ്ഷൻസ് കറപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ടിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല മക്കളെ, നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യം തന്നെയാണിത്. പിന്നീട് ഒരിക്കലും നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കത് സാധിക്കും. അതേപോലെ ഇനി പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനി പഠിച്ചാലും കിട്ടും. മക്കൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണണം. അതേപോലെ തന്നെ കീം എക്സാം റിലേറ്റഡ് ആയിട്ട് മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള ആൻസറുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ, ബൈ.